ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇലത്തോരനാണ്. അപ്പം നമ്മുടെ നാട്ടിൽ അധികം പരിചിതമല്ലാത്ത ഇലത്തോരനാണിത്. നമ്മുടെ ഉലുവയുടെ ഇലയാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് നുള്ളി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറുതായിട്ട് നമ്മൾ നുള്ളി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തണ്ട് നമ്മൾ കളയുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇലയെല്ലാം പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3-4 തവണ വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അപ്പം നമ്മുടെ നാട്ടിലെ തേങ്ങയാണ്, നമ്മുടെ കേരളക്കാർ തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ തേങ്ങയല്ല ഉപയോഗിക്കുന്നത്, കപ്പലണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതും അതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഞാൻ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു സവാള ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആയാലും മതി. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജീരകവും എല്ലാം, പച്ചമുളകും എല്ലാം കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവയില കഴുകിയത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഈ ഇല ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇല ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇലയെല്ലാം ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തുവരപ്പരിപ്പോ അല്ലെങ്കിൽ ചുവന്ന അക്ക മസൂറിൻ്റെ പരിപ്പോ ആണ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അക്ക മസൂറിൻ്റെ പരിപ്പാണ്. അപ്പോൾ ഇതും കൂടെ കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിനൊക്കെ ചേർക്കുന്നത് നിലക്കടല പൊടിച്ചതാണ്. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നിലക്കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം തേങ്ങ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇത് ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പകുതി വെന്ത സമയത്ത് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഉലുവയില റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി തോർത്തിയെടുക്കാം. അപ്പോൾ ഇത് എവിടെ കിട്ടിയാലും നിങ്ങൾ ഈ ഉലുവയില മേടിച്ച് തോരൻ വെക്കണം. നമ്മുടെ ഈ കർക്കിടക മാസത്തിലൊക്കെ ഉലുവയില കഴിക്കുന്നത് ഏറ്റവും